ശ്രീഹരയേ നമ. നമസ്കാരം. അഗ്നിമഹാപുരാണം 7-ാം അധ്യായത്തിലേക്ക് നാം കടക്കുമ്പോൾ വാൽമീകി രാമായണത്തിലെ ആരണ്യകാന്ഡം ആണ് ഈ ഒരു അധ്യായത്തിൽ പറയുക. വനവാസത്തിനായി പുറപ്പെട്ട ശ്രീരാമചന്ദ്രൻ വസിഷ്ഠ മഹർഷിയെയും അതുപോലെ തന്നെ അമ്മമാരെ ഒക്കെ ധ്യാനിച്ചുകൊണ്ട് അത്രി അനസൂയ ഋഷിദമ്പതിമാരെയും ശരഭംഗൻ, സുതീഷ്ണൻ, അഗസ്ത്യൻ ഇവരെല്ലാം വണങ്ങി അവരുടെ അനുഗ്രഹം നേടിക്കൊണ്ടാണ് ദണ്ഡകാരണ്യത്തിലേക്ക് പ്രവേശിച്ചത്. ഗോദാവരി നദിയുടെ തീരത്ത് പഞ്ചവടിയിലാണ് താമസം ആരംഭിച്ചത്. അവിടെ വസിക്കുന്നതായ രാവണ സഹോദരിയായിട്ടുള്ള ശൂർപ്പണഖ. ശൂർപ്പണഖ ശ്രീരാമനെ കാണുകയും ശ്രീരാമന്റെ സൗന്ദര്യം കണ്ട് ആകൃഷ്ടയായി അടുത്തു വന്നുകൊണ്ട് ചോദിക്കുകയാണ്, കസ്തും കസ്മാൻ സമായാതോ ഭർത്താമേ ഭവചാർത്ഥിത ഏതൗ ച ഭക്ഷയിഷ്യാമീത്യുക്ത്വാ തം സമുദ്യതാം. അങ്ങ് എവിടെ നിന്നാണ് വരുന്നത്? ആരാണ്? എൻ്റെ ഭർത്താവായിട്ട് ഇരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കൂടെയുള്ള രണ്ടുപേരെയും, സീതാദേവിയെയും ലക്ഷ്മണനെയുമാണ് ഉദ്ദേശിക്കുന്നത്. ഇവരെ രണ്ടുപേരെയും ഞാനിപ്പോൾ ഭക്ഷിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ശൂർപ്പണഖ മുന്നോട്ട് ആയുന്നത്. അപ്പോൾ ശ്രീരാമന്റെ തന്നെ അനുമതിയോടുകൂടി ലക്ഷ്മണൻ ശൂർപ്പണഖയുടെ കാതും മൂക്കും എല്ലാം അരിഞ്ഞു വാളുകൊണ്ട്. ചോര ഒലിപ്പിച്ചുകൊണ്ട് ഈ ശൂർപ്പണഖ തന്റെ സഹോദരനായിട്ടുള്ള ഖരനെ സമീപിക്കുകയും പറയാണ്, ഞാൻ ഈ ഒരു അവസ്ഥയിൽ ജീവിക്കാം അല്ലെങ്കിൽ മരിക്കാം. പക്ഷേ ആ രാമപത്നിയായിട്ടുള്ള സീതയുടെയും ശ്രീരാമന്റെ അനുജനായിട്ടുള്ള ലക്ഷ്മണന്റെയും രക്തം എനിക്ക് പാനം ചെയ്യണം. ഇതെനിക്ക് നീ സാധിപ്പിച്ചു തരണം. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആ ശൂർപ്പണഖയുടെ ആഗ്രഹത്തെ സാധിക്കാൻ വേണ്ടി ഖരൻ, ദൂഷണൻ, ത്രിശിരസ് അവർ 14,000 രാക്ഷസ സൈന്യങ്ങളോടൊപ്പം ശ്രീരാമന്റെ നേരെ പുറപ്പെടുകയാണ്. അത്രയും വലിയ രാക്ഷസ സൈന്യത്തെ തന്റെ അസ്ത്രം കൊണ്ട് നേരിട്ട് ആ ശ്രീരാമചന്ദ്രൻ എല്ലാവരെയും നിഗ്രഹിച്ചു. അങ്ങനെ അവിടുന്ന് ശൂർപ്പണഖ നേരെ പുറപ്പെട്ട് രാവണന്റെ സമീപത്തേക്കാണ് ചെല്ലുന്നത്. ആ രാവണനോട് തന്റെ സങ്കടം ഉണർത്തിക്കുകയാണ്. നീ രാജാവല്ല, രക്ഷകനല്ല. ഖരൻ തുടങ്ങിയിട്ടുള്ള രാക്ഷസന്മാരെ നിഗ്രഹിച്ച ആ രാമപത്നിയെ കൂട്ടിക്കൊണ്ടുവരണം, തട്ടിക്കൊണ്ടുവരണം. ആ രാമലക്ഷ്മണന്മാരുടെ രക്തം എനിക്ക് പാനം ചെയ്യാൻ വേണ്ടി തരണം എന്നെല്ലാം ശൂർപ്പണഖയുടെ ആവശ്യം കേട്ട് രാവണൻ ആ സീതാദേവിയെ പിടിച്ചുകൊണ്ടുവരാൻ വേണ്ടിയിട്ട് രാമലക്ഷ്മണന്മാരെ സീതാദേവിയുടെ അടുത്തു നിന്ന് അകറ്റാൻ വേണ്ടിയിട്ടാണ് മരീചനോട് ആവശ്യപ്പെടുന്നത്. ഏതെങ്കിലും ഒരു ഉപായം പ്രയോഗിച്ച് രാമലക്ഷ്മണന്മാരെ സീതയുടെ അടുത്തു നിന്നും അകറ്റി നിർത്തൂ. രാവണന്റെ നിർദ്ദേശം കേട്ടിട്ടാണ് മരീചൻ ഒരു സ്വർണമൃഗത്തിന്റെ രൂപത്തിൽ, സ്വർണമാനിന്റെ വേഷത്തിൽ ചെന്ന്
ആ രാമലക്ഷ്മണന്മാരെ അവിടെ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്നത്. എന്നാൽ അവിടെ മാരീചൻ രാവണന് ഉപദേശത്തെ കൊടുക്കുന്നുണ്ട്. ആയുധം ധരിച്ചതായിട്ടുള്ള ശ്രീരാമൻ സാക്ഷാൽ മൃത്യു തന്നെയാണ്, മൃത്യുദേവൻ തന്നെയാണ്. അതുകൊണ്ട് നിന്റെ ആഗ്രഹം നന്നല്ല എന്നൊക്കെ ഉപദേശിച്ചുവെങ്കിലും തനിക്ക് മരണം ഉറപ്പാണ് എന്ന് ബോധ്യമുള്ളതായ ആ മാരീചൻ അത് രാമനിൽ നിന്നാണെങ്കിലും രാവണനിൽ നിന്നാണെങ്കിലും മരണം ഉറപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ തമ്മിൽ ഭേദം അത് രാമനിൽ നിന്ന് ആ രാമശരങ്ങളെ ഏറ്റുവാങ്ങിക്കൊണ്ട് മരിക്കുന്നതാണ് എന്ന് നിശ്ചയിച്ചിട്ടാണ് ആ സ്വർണമാനിന്റെ വേഷം സ്വീകരിച്ചു മാരീചൻ പുറപ്പെട്ടു. ഈ സ്വർണമൃഗത്തിനെ കാണുന്ന സീതാദേവി ശ്രീരാമനോട് ആവശ്യപ്പെടുകയാണ് ആ മാനിനെ പിടിച്ചു തരൂ. സീതാദേവിയുടെ പ്രേരണയ്ക്കനുസരിച്ച് ശ്രീരാമൻ ആ മാനിന്റെ പിന്നാലെ പുറപ്പെട്ടു. കുറച്ചു ദൂരം ചെന്നതും അസ്ത്രം അയച്ചു. ആ അസ്ത്രമേറ്റ് വീഴുന്ന സമയത്ത് സീതാദേവിയെ ലക്ഷ്മണനെയും വിളിച്ചു വിലപിച്ചുകൊണ്ട് ഹാ സീതേ ഹാ ലക്ഷ്മണ എന്ന് വിലപിച്ചുകൊണ്ടാണ് മാരീചൻ മരിച്ചു വീഴുന്നത്. ഈ വിലാപം കേൾക്കുന്ന സീതാദേവി ലക്ഷ്മണനോട് പറയുകയാണ്, ജ്യേഷ്ഠൻ എന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ട്, പോയി ആ ജ്യേഷ്ഠനെ സഹായിക്കൂ. ഒടുവിൽ സീതാദേവിയിൽ നിന്നും വിരുദ്ധമായ വാക്കുകൾ കേൾക്കേണ്ടി വരുന്ന സന്ദർഭത്തിൽ ലക്ഷ്മണൻ ശ്രീരാമനെ അന്വേഷിച്ച് പുറപ്പെട്ടു. ആ സമയത്താണ് രാവണൻ സീതാദേവിയെ അപഹരിച്ചു കൊണ്ടുപോകുന്നത്. അതിനെ തടയാൻ വന്ന ജടായു രാവണന്റെ തേര് നശിപ്പിച്ചു, ആയുധങ്ങളെ നശിപ്പിച്ചു. എന്നാൽ ജടായുവിന്റെ ചിറവുകളൊക്കെ ഛേദിച്ചിട്ട് അവിടെ നിന്ന് രാവണൻ സീതാദേവിയെ തോളിലെടുത്തുകൊണ്ട് ലങ്കയിലേക്ക് പുറപ്പെട്ടു എന്നാണ്. അങ്ങനെ അശോക വനികയിലെ കൊണ്ടുചെന്നാക്കി. എന്നിട്ട് പറയുകയാണ് സീതയോട്, എൻ്റെ ഒന്നാമത്തെ പത്നിയായി ഇവിടെ വസിക്കണം, എൻ്റെ ഒപ്പം വസിച്ചാലും. സീതയെ സംരക്ഷിക്കാൻ വേണ്ടി അനേകം രാക്ഷസിമാരെ നിയോഗിച്ചു. അതേസമയം വനത്തിൽ മരീചന്റെ നേരെ അസ്ത്രം പ്രയോഗിച്ചു. ആ മരീചൻ വീണു. അപ്പോഴാണ് തന്നെ തേടി വരുന്ന ലക്ഷ്മണനെ കാണുന്നത്. ചോദിച്ചു ശ്രീരാമൻ, ഇതൊരു മായാമൃഗമാണ്, നീ എന്തിനാണ് ഇവിടേക്ക് വന്നത്? സീതയ്ക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിട്ടുണ്ടാവില്ലേ? അങ്ങനെ അവിടുന്ന് രാമലക്ഷ്മണന്മാർ മടങ്ങി വരുമ്പോഴാണ് സീതാദേവിയെ കാണാനില്ല. അല്ലാതെ ദുഃഖിച്ചു. ശുചോജ വിലലാപാർത്തോ മാൻ ത്യക്ത്വാഗഗതാസി വൈ ലക്ഷ്മണാശ്വാസിതോ രാമോ മാർഗയാമാസ ജാനകിം. എവിടെ പോയി? എന്നെ വിട്ടിട്ട് ഇവിടേക്കാണ് പോയത് സീതേ എന്ന് വിലപിച്ചുകൊണ്ട് ഇവിടെ ലക്ഷ്മണൻ ശ്രീരാമനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. സീതാന്വേഷണം ചെയ്തുകൊണ്ട് അവര് അവിടുന്ന് തിരിച്ചു. അങ്ങനെയാണ് മാർഗമധ്യേ ജടായുവിനെ കണ്ടുമുട്ട്. ജടായുവിൽ നിന്നും സംഗതികളെ മനസ്സിലാക്കി രാവണനാണ് സീതാദേവിയെ അപഹരിച്ചു കൊണ്ടുപോയിട്ടുള്ളത്. അങ്ങനെ ശ്രീരാമന്റെ മുന്നിൽ വെച്ച് തന്നെ, ശ്രീരാമന്റെ മടിയിൽ കിടന്നുകൊണ്ടാണ് ജടായു
പ്രാണത്യാഗം ചെയ്യുന്നത്. തുടർന്ന് ആ ജടായുവിന്റെ ശരീരം സംസ്കരിക്കുകയും ശേഷക്രിയകളെല്ലാം ശ്രീരാമൻ തന്നെ നിർവഹിച്ചു. അവിടുന്ന് മുന്നോട്ട് സീതാന്വേഷണം ചെയ്ത് യാത്ര തിരിക്കുമ്പോഴാണ് കബന്ധനെ കണ്ടുമുട്ടുന്നത്. ആ കബന്ധനെ നിഗ്രഹിക്കുന്നു. ശാപമോക്ഷം കിട്ടിയതായിട്ടുള്ള കബന്ധൻ ശ്രീരാമനോട് നിർദ്ദേശിക്കുന്നു, സുഗ്രീവനെ കണ്ടുമുട്ടുകയും ആ സുഗ്രീവനുമായിട്ട് സഖ്യം ചെയ്യൂ. അത്രയും പറഞ്ഞുകൊണ്ട് ആ അരണ്യകാന്ഡം, വാൽമീകി രാമായണത്തിലെ അരണ്യകാന്ഡത്തെ ഒരധ്യായത്തിൽ ചുരുക്കി ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അവിടുന്നുള്ള രാമലക്ഷ്മണന്മാരുടെ യാത്ര തുടരുകയാണ്. രാമലക്ഷ്മണന്മാർ സീതാന്വേഷണം ചെയ്ത് പമ്പാതീരത്തെത്തി. അവിടെ ആ ശബരി ആശ്രമത്തിലെത്തുകയും ശബരിയെ കാണുകയും തുടർന്ന് മുന്നോട്ടുള്ള യാത്രയിൽ സുഗ്രീവൻ പറഞ്ഞ് അയച്ചതനുസരിച്ചിട്ടാണ് ഹനുമാൻ രാമലക്ഷ്മണന്മാരെ കൂട്ടിക്കൊണ്ടുവന്നു. സുഗ്രീവനുമായിട്ട് ഋഷ്യമുഖാചലത്തിൽ വെച്ച് സൗഹൃദം സ്ഥാപിച്ചു, ശപഥം ചെയ്തു. എന്താണ് ശ്രീരാമന്റെ പ്രഭാവം എന്ന് സുഗ്രീവനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് സപ്തസാല വൃക്ഷങ്ങളെ, 7 പനകളാണ് അത്, അവയെ വളരെയധികം വലിപ്പമുള്ള ആ 7 വൃക്ഷങ്ങളെയും ഒരസ്ത്രം കൊണ്ട് ഒരേ സമയം എയ്ത് വീഴ്ത്തുകയാണ്. അതും പോരാ, ദുന്ദുഭി എന്നുള്ള ആ വലിയ രാക്ഷസൻ, വലിയ ശരീരമാണ് ദുന്ദുഭിയുടേത്. ആ രാക്ഷസന്റെ ആ മൃതശരീരത്തിനെ തന്റെ കാലുകൊണ്ട് തട്ടി 10 യോജന ദൂരേക്ക് എറിഞ്ഞു എന്നാണ്. സുഗ്രീവന് ബോധ്യമായി തനിക്ക് അർഹതപ്പെട്ടതായ ആ കിഷ്കിന്ധ രാജ്യം അത് നേടിത്തരാൻ ശ്രീരാമന് കഴിയും. അങ്ങനെയാണ് സുഗ്രീവനോട് ശത്രുതയിലായിരുന്ന സഹോദരൻ, സുഗ്രീവന്റെ ജ്യേഷ്ഠ സഹോദരനായിട്ടുള്ള ബാലിയെ ഒളിയമ്പെയ്ത് ശ്രീരാമൻ നിഗ്രഹിച്ചു. അങ്ങനെ കിഷ്കിന്ധയെ, അതുപോലെ തന്നെ ആ സുഗ്രീവന്റെ പത്നിയായിട്ടുള്ള രൂപയെയും വീണ്ടെടുത്തു നൽകി സുഗ്രീവന്. ഒപ്പം തന്നെ ബാലിയുടെ പത്നിയായിട്ടുള്ള താര, പുത്രനായിട്ടുള്ള അംഗദൻ, അവരുടെയും സംരക്ഷണം സുഗ്രീവൻ ഏറ്റെടുക്കുന്നു. കിഷ്കിന്ധ രാജ്യത്തിന്റെ ഭരണം ഏറ്റെടുക്കുന്ന സുഗ്രീവൻ ശപഥം ചെയ്തിട്ടുള്ളതാണ്, സീതാദേവിയെ കണ്ടെത്തുവാൻ, നേടിത്തരുവാൻ വേണ്ടതെല്ലാം ഞാൻ ചെയ്തു കൊള്ളാം. തുടർന്ന് ശ്രീരാമൻ മാല്യവാനിൽ ചാതുർമാസ്യവ്രതം അനുഷ്ഠിച്ചുകൊണ്ട് വസിച്ചു. സുഗ്രീവൻ കിഷ്കിന്ധയെ ഭരിക്കാൻ ആരംഭിച്ചു. നാളുകൾ കഴിഞ്ഞിട്ടും സുഗ്രീവൻ സീതാന്വേഷണത്തിന് വേണ്ടതായി ഒന്നും ചെയ്യുന്നില്ല എന്ന് വന്നപ്പോഴാണ് ശ്രീരാമൻ ലക്ഷ്മണനെ സുഗ്രീവ സമീപത്തേക്ക് പറഞ്ഞയക്കുകയാണ്. രാമന്റെ സന്ദേശം എന്താണ് എന്നുള്ളത് സുഗ്രീവനെ ലക്ഷ്മണൻ അറിയിക്കുകയാണ്. സമയേ തിഷ്ഠ സുഗ്രീവ മാ ബാലിപഥമന്യക. ബാലി കടന്നുപോയ ആ മാർഗം ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. അതിലെ കടന്നു പോകാതിരിക്കണമെങ്കിൽ വാക്കു പാലിക്കൂ. ഭയപ്പെട്ടുകൊണ്ടാണ് സുഗ്രീവൻ പറഞ്ഞത്. തന്റെ ജീവിതത്തിൽ ആ സുഖത്തിൽ മുഴുകിപ്പോയ ഞാൻ കാലം കഴിഞ്ഞു പോയത് അറിഞ്ഞില്ല. വേഗം തന്നെ ശ്രീരാമനെ സമീപിച്ചു ക്ഷമായാചനം ചെയ്തുകൊണ്ട് സുഗ്രീവൻ
ആ സീതാദേവിയെ അന്വേഷിക്കാൻ വേണ്ടി വാനരന്മാരെ നിയോഗിച്ചു. വാനരന്മാർക്ക് നിർദ്ദേശം കൊടുത്തു, 1 മാസക്കാലം സമയം അനുവദിക്കാം. ആ 1 മാസം കൊണ്ട് സീതാദേവിയെ കണ്ടെത്തണം, അല്ല എങ്കിൽ നിങ്ങളെ നിഗ്രഹിക്കുന്നതാണ്. വാനരന്മാർ 4 ഭാഗത്തേക്കും സീതാന്വേഷണത്തിനായിട്ട് പുറപ്പെട്ടു. തെക്ക് ഭാഗത്തേക്ക്, ദക്ഷിണ ദിക്കിലേക്ക് പുറപ്പെട്ട ഹനുമാന്റെ കൈവശം ശ്രീരാമൻ മുദ്രാമോതിരത്തെ അയക്കുന്നതായിട്ട് കാണാം. തെക്ക് ദിക്കിലേക്ക് പുറപ്പെട്ട വാനരന്മാർ, ഹനുമാൻ, ജാമ്പവാൻ തുടങ്ങിയിട്ടുള്ളവർ ഏകദേശം 1 മാസക്കാലം അന്വേഷിച്ച് യാത്ര ചെയ്തിട്ടും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒടുവിൽ അവർ തമ്മിൽ പറയുകയാണ്, നമുക്കും മരണം ഉറപ്പായി കഴിഞ്ഞു. നമ്മൾ വെറുതെ മരണം വരിക്കണമല്ലോ. ആ സീതാദേവിക്ക് വേണ്ടി രാവണനോട് യുദ്ധം ചെയ്ത് ജീവൻ ഉപേക്ഷിച്ചതായ ജടായു എത്ര ഭാഗ്യവാനാണ്. മാസാദൂർധ്വഞ്ച വിന്യസ്ത അപശ്യൻ തസ്തു ജാനകിം ഉജുരു വൃഥാമരിഷ്യാമോ ജടായുർ ധന്യവാൻ സ. സീതാർത്ഥേ യോത്യജൽ പ്രാണാൻ രാവണേന ഹതോരണേ തശ്രുത്വാഹ സമ്പാദി തശ്രുത്വാ പ്രാഹ സമ്പാദി വിഹായ കവിഭക്ഷണം. ഇത് കേൾക്കുന്ന സമ്പാദി വാനരന്മാരെ കണ്ട് അവരെ ഭക്ഷണമാക്കാൻ വേണ്ടിയിട്ട് അടുത്തതാണ് ഈ സമ്പാദി. എന്നാൽ ഈ ജടായുവിനെ കുറിച്ച് പറയുന്നത് കേട്ടിട്ടാണ് സമ്പാദി ചോദിക്കുന്നു, ജടായു എൻ്റെ സഹോദരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പൂർവകഥയെ പറഞ്ഞു കേൾപ്പിക്കുകയാണ് വാനരന്മാർക്ക്. ഒരിക്കൽ ഞാനും ജടായുവും കൂടിയിട്ട് സൂര്യമണ്ഡലത്തിന് നേരെ പറന്നുയർന്നു. സൂര്യമണ്ഡലത്തിലേക്ക് അടുത്തെത്തും തോറും സൂര്യതാപം സഹിക്കവയ്യാതെ തളർന്നു വീഴാൻ തുടങ്ങുന്ന ജടായുവിനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ജടായുവിന്റെ മുകളിൽ ചിറകു വിരിച്ച് പറക്കാൻ തുടങ്ങി. ഞാനാകട്ടെ ചിറക് കരിഞ്ഞ് ഇവിടെ വന്ന് വീണു. ഇപ്പോൾ ആ രാമവൃത്താന്തത്തെ കേട്ടിട്ട് എനിക്ക് ചിറകുമുളച്ചിരിക്കുന്നു. ആ സീതാദേവിയെ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. പശ്യാമ്യശോകവനികാഗതാം ലങ്കാഗതാം കില ശതയോജന വിസ്തീർണേ ലവണാബ്ധൗ ത്രികൂടകേ ജ്ഞാത്വാ രാമം സസുഗ്രീവം വാനര കഥയന്തു വൈ. ലങ്കയിൽ അശോകവനികയിലിരിക്കുന്ന ജാനകിയെ എനിക്ക് കാണാൻ കഴിയും. ഈ സമുദ്രത്തിന് ഏകദേശം 100 യോജന അപ്പുറത്തായിട്ടാണ് ലങ്ക. വിസ്തൃതമായ ത്രികൂടത്തിലാണ് ലങ്ക. അവിടെ എത്തി സീതാദേവിയെ കണ്ടിട്ട് നിങ്ങൾക്ക് ആ ശ്രീരാമനെയും സുഗ്രീവനെയും വിവരം അറിയിക്കാൻ കഴിയും. അങ്ങനെ ആ സമ്പാദിയുടെ ജ്യേഷ്ഠനായിട്ടുള്ള സഹോദരനായിട്ടുള്ള ജടായുവിന്റെ സഹോദരനായിട്ടുള്ള സമ്പാദി വാക്യം കേട്ട് വാനരന്മാർ വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ടാണ് ആ സമുദ്ര തീരത്തേക്ക് എത്തിച്ചേരുന്നത്. അത്രയും പറഞ്ഞുകൊണ്ടാണ് കിഷ്കിന്ധാകാന്ഡം, അഗ്നി പുരാണത്തിലെ സംഗ്രഹിച്ചു പറഞ്ഞിട്ടുള്ളതായ കിഷ്കിന്ധാകാന്ഡത്തെ ഇവിടെ സമർപ്പിച്ചിട്ടുള്ളത്.
അടുത്തതായി നമുക്ക് കാണാൻ കഴിയുന്നത് സുന്ദരകാന്ഡമാണ്. ഒരധ്യായം കൊണ്ട് വളരെ ചുരുക്കി പറയുകയാണ്. സമ്പാദിവചനം ശ്രുത്വാ ഹനുമാൻ അങ്കദാദയ അബ്ധി ദൃഷ്ട്വാ അബ്രവംസ്തേബ്ധി ലംഘയേൽ കോനു ജീവയേൽ. സമ്പാദിയുടെ വാക്കുകേട്ട് അങ്കദൻ തുടങ്ങിയിട്ടുള്ളവർ മുന്നോട്ട് നടന്നു. സമുദ്രം കാണുകയാണ്. സമുദ്രതീരത്തെത്തിയ അവർ വലിയ സമുദ്രത്തെ കണ്ടിട്ട് പറയുകയാണ്, ഈ കടൽ കടന്ന് ആർക്കാണ് മറുകരയെത്തി സീതാദേവിയെ കണ്ടെത്താൻ പറ്റുക? ആരെ കൊണ്ടതിന് സാധിക്കും? ഹനുമാൻ തൻ്റെ ഒപ്പമുള്ള എല്ലാ വാനരന്മാരെയും രക്ഷിക്കണം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി, അതോടൊപ്പം ആ ശ്രീരാമചന്ദ്രന് വേണ്ടിയിട്ടാണ്, ആ ശ്രീരാമന്റെ ആവശ്യത്തെ സാധിപ്പിക്കണം എന്ന് നിശ്ചയിച്ചിട്ടാണ് സമുദ്രം തരണം ചെയ്യാൻ ഉറപ്പിച്ചുകൊണ്ട് അവിടുന്ന് പുറപ്പെടുകയാണ്. സമുദ്രം ലംഘനം ചെയ്യുന്ന ഹനുമാൻ വളരെ വേഗത്തിൽ, വായുവേഗത്തിൽ ആണ് ഹനുമാൻ ലങ്കയെ ലക്ഷ്യമാക്കി അങ്ങനെ കുതിക്കുന്നത്. ആ മാർഗമധ്യത്തിൽ സമുദ്രത്തിൽ നിന്നും ഉയർന്നു വരുന്ന മൈനാകം, ആ മൈനാകം ഹനുമാനെ സ്വീകരിക്കുന്നു. അല്പം വിശ്രമിച്ചു പോകൂ, ക്ഷീണം തീർത്തു പോകൂ. പക്ഷെ ഇവിടെ ഹനുമാൻ പറയുന്നുണ്ട്, ഞാൻ രാമകാര്യാർത്ഥമായിട്ട് പുറപ്പെട്ട ഈ സംഗതി പൂർത്തിയാക്കാതെ എനിക്ക് വിശ്രമമില്ല. വീണ്ടും മുന്നോട്ട് യാത്ര തുടരവേ സിംഹികയെ കാണുന്നു. ആ സിംഹികയെ നിഗ്രഹിച്ചു. അങ്ങനെ ലങ്കയിൽ എത്തിച്ചേർന്നു. ആ ലങ്കാലക്ഷ്മിയെ താടനം ചെയ്ത് ലങ്കാ നഗരത്തിൽ പ്രവേശിച്ച് കൊട്ടാരത്തിൽ, രാവണന്റെ കൊട്ടാരത്തിൽ എല്ലായിടത്തും തിരഞ്ഞുവെങ്കിലും ആ സീതാദേവിയെ കാണാൻ കഴിഞ്ഞില്ല. രാവണൻ, കുംഭകർണൻ, വിഭീഷണൻ ഇവരുടെ എല്ലാം കൊട്ടാരങ്ങളിൽ അന്വേഷിച്ചിട്ടും കണ്ടെത്താൻ പറ്റിയില്ല. അവസാനം അശോകവനികയിൽ എത്തുമ്പോൾ ശിംശഭാവൃക്ഷത്തിന്റെ ചുവട്ടിൽ രാക്ഷസിമാരുടെ നടുവിലിരിക്കുന്ന സീതയെ കണ്ടു. ഹനുമാൻ കാണുന്ന ആ ഒരു രംഗം, സീതാദേവിയുടെ മുന്നിൽ സീതയോട് പ്രണയാഭ്യർത്ഥന ചെയ്യുന്ന രാവണനെയാണ് തൻ്റെ പത്നിയാവണം എന്ന് രാവണനും, സാധ്യമല്ല എന്ന് സീതയും പറയുന്നു. അവിടുന്ന് രാവണൻ മടങ്ങിപ്പോകുന്നു. രാത്രി സമയത്ത് ചുറ്റുമുള്ള രാക്ഷസികളെല്ലാം ഉറക്കമായി എന്ന് കണ്ട് ഹനുമാൻ ആ വൃക്ഷത്തിന്റെ മറവിൽ തൻ്റെ ശരീരത്തെ സൂക്ഷ്മരൂപത്തിലാക്കി അങ്ങനെ മറഞ്ഞിരുന്നുകൊണ്ട് രാമകഥയെ പറയാൻ തുടങ്ങി. ദശരഥൻ എന്നൊരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പുത്രന്മാരായിട്ടുള്ള രാമലക്ഷ്മണന്മാർ വനത്തിലേക്ക് ആ രാമപത്നിയായിട്ടുള്ള സീതയോടുകൂടി പുറപ്പെട്ടു. സീതാദേവിയെ രാവണൻ അപഹരിക്കുകയും വനര രാജാവായിട്ടുള്ള സുഗ്രീവനോട് സഖ്യം ചെയ്ത് സുഗ്രീവന്റെ മിത്രമായി തീർന്ന് ആ ശ്രീരാമൻ ജാനകിയെ കണ്ടെത്താനായി ഹനുമാനെ നിയോഗിച്ചു. ഇത്തരത്തിൽ ഈ രാമകഥ പറയുന്നത് കേട്ട് സീതാദേവി അത്ഭുതപ്പെടുകയാണ്. സാവധാനത്തിൽ സീതാദേവിയുടെ മുന്നിലെത്തിയ ഹനുമാൻ ശ്രീരാമൻ നൽകിയ ആ മോതിരം അത് നൽകിക്കൊണ്ട് പറഞ്ഞു, ഇത് സ്വീകരിച്ചാലും
അപ്പോൾ ശ്രീരാമൻ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് എന്നെ മടക്കിക്കൊണ്ടുപോകാത്തത്, ഇവിടെ നിന്നും രക്ഷിക്കാത്തത് എന്ന് സംശയം ചോദിക്കുന്ന സീതാദേവിയോട് ഹനുമാൻ പറയുകയാണ്, അല്ലയോ ദേവി, എവിടെയാണ് സീതാദേവി ഉള്ളത് എന്ന് ഇപ്പോൾ ശ്രീരാമൻ അറിയില്ല. തീർച്ചയായിട്ടും അധികം താമസിയാതെ ശ്രീരാമൻ സൈന്യങ്ങളോടുകൂടി പുറപ്പെട്ട് ഇവിടെ വന്ന് സീതാദേവിയെ വീണ്ടെടുക്കും, രാവണനെ നിഗ്രഹിക്കും. തുടർന്ന് ഹനുമാൻ ചോദിക്കുകയാണ്, ഞാൻ ദേവിയെ കണ്ടു എന്ന് ശ്രീരാമനെ ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും തെളിവായി തന്നയക്കണം. അങ്ങനെയാണ് സീതാദേവി തന്റെ ചൂടാമണി ഹനുമാന്റെ കയ്യിൽ നൽകി. കണ്ടത് സീതയെ തന്നെയാണ്, അത് വ്യാജമല്ല എന്ന് കൂടി ഉറപ്പിക്കാൻ വനവാസ സമയത്ത് നടന്ന ഒരു സംഗതിയെ പറയുകയാണ്. ഒരു കാക്കയുടെ, ഇന്ദ്രപുത്രനായിട്ടുള്ള ജയന്തൻ കാകരൂപത്തിൽ വന്നതും ആ കാക്കയുടെ കണ്ണ് ചൂഴ്ന്നെടുത്തതായ കഥയും പറഞ്ഞു. ഈ സംഗതി സീതാദേവിക്കും ശ്രീരാമനുമല്ലാതെ മറ്റാർക്കും അറിയില്ല. ആ ഒരു കഥയെ പറഞ്ഞ് കേൾപ്പിച്ചു. അപ്പോഴാണ് ഹനുമാൻ സീതാദേവിയോട് പറയുന്നത്, ദേവിക്ക് ശ്രീരാമ സമീപം എത്താൻ തിടുക്കമായെങ്കിൽ എൻ്റെ ചുമലിൽ കയറിക്കോളൂ, ഞാൻ കൊണ്ടുപോകാം. അപ്പോൾ സീതാദേവി പറഞ്ഞു, അതല്ല ശരിയായ രീതി, ശ്രീരാമൻ ഇവിടെ വന്ന് എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കട്ടെ. അങ്ങനെ അവിടുന്ന് മടങ്ങുന്ന ആ ഹനുമാൻ രാവണനെ ഒന്ന് കാണാൻ ഉള്ള മാർഗം ആലോചിച്ചു. ആ അശോകവനിക മുഴുവൻ നശിപ്പിക്കുകയും അതിന് കാവൽ നിൽക്കുന്നതായിട്ടുള്ള രാക്ഷസന്മാരെയൊക്കെ നിഗ്രഹിച്ചു. 7 മന്ത്രിപുത്രന്മാരെ നിഗ്രഹിച്ചു, അക്ഷകുമാരനെ നിഗ്രഹിച്ചു. അപ്പോഴാണ് ഇന്ദ്രജിത്ത് നഖപാശം കൊണ്ട് ബന്ധിച്ച് ഹനുമാനെ രാവണന്റെ മുന്നിൽ കൊണ്ടുചെന്ന് ആക്കിയത്. രാവണൻ ചോദിച്ചു, നീ ആരാണ്? കസ്തും മാരുതി പ്രാഹ രാവണം രാമദൂതോ രാഘവായ സീതാം ദേഹി മരിഷ്യസി രാമബാണേർഹത സാർദ്ധം ലങ്കാസ്തൈ രാക്ഷസൈ ധ്രുവം. ഹനുമാൻ പറയുകയാണ്, ഞാൻ രാമദൂതനാണ്. സീതാദേവിയെ ശ്രീരാമന് തിരിച്ചു നൽകിയില്ല എങ്കിൽ താങ്കളുടെ മരണമായിരിക്കും. ലങ്കയിലെ രാക്ഷസന്മാരെല്ലാം രാമബാണത്തിനിരയാവും. രാവണൻ ഹനുമാനെ നിഗ്രഹിക്കാൻ കൽപ്പിച്ചുവെങ്കിലും വിഭീഷണൻ തടഞ്ഞു. ദൂതനെ വധിക്കാൻ പാടില്ല. ഒടുവിൽ അപായപ്പെടുത്തി അയക്കണമെന്ന് നിശ്ചയിച്ചിട്ടാണ് ഹനുമാന്റെ വാലിൽ വളരെയധികം തുണികൾ കൊണ്ടുവന്ന് ചുറ്റി എണ്ണയിൽ മുക്കി ആ വാലിന് തീ വയ്ക്കുകയാണ്. തൻ്റെ കത്തിക്കൊണ്ടിരിക്കുന്ന വാലുകൊണ്ട് തന്നെ ആ ഹനുമാൻ ലങ്കയെ ചുട്ടരിച്ചു. വീണ്ടും സീതാദേവിയോട് യാത്ര പറഞ്ഞ് മടങ്ങുകയാണ്. തന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന അംഗദാദികളുടെ അടുത്ത് എത്തി. കണ്ടു സീതയെ എന്ന് പറഞ്ഞുകൊണ്ട് വളരെയധികം സന്തോഷത്തോടുകൂടി വാനരന്മാർ മധുവനത്തിൽ പ്രവേശിച്ച് യഥേഷ്ടം മധുപാനം ചെയ്തും പഴങ്ങളെ ഭക്ഷിച്ചും പിന്നീട് സുഗ്രീവന്റെയും ശ്രീരാമന്റെയും അടുത്തെത്തി സീതാദേവിയെ കണ്ടു എന്ന വിവരം അറിയിക്കുകയാണ്. വളരെയധികം സന്തോഷത്തോടു കൂടി ശ്രീരാമൻ ചോദിക്കുകയാണ് ഹനുമാനോട്, കഥം ദൃഷ്ട്വാ ത്വയാ സീത കിമുവാച മാം പ്രതി. എന്താണ് ആ ദേവി പറഞ്ഞത്? ഞാൻ ചുട്ടുപൊള്ളുന്ന അവസ്ഥയിലാണ് ഇവിടെ ഇരിക്കുന്നത്. അങ്ങയുടെ വാക്കുകൾ കൊണ്ട് എനിക്ക് കുളിർമയെ പ്രദാനം ചെയ്യൂ.
ഇതിങ്ങനെ ശ്രീരാമന്റെ ആ ഒരു വാക്കുകൾ കേട്ടിട്ടാണ് ഹനുമാൻ പറഞ്ഞു, സമുദ്രം ലംഘനം ചെയ്ത് ഞാൻ രാവണന്റെ കൊട്ടാരത്തിലെത്തി, ലങ്കയിലെത്തി. അവിടെ അശോകവനികയിൽ സീതാദേവിയെ കണ്ടു. ലങ്കാപുരി മുഴുവൻ ഞാൻ അഗ്നിക്കിരയാക്കി. ഇതാ സീതാദേവി നൽകിയതായ ചൂടാമണി, ഇതങ്ങ് സ്വീകരിക്കൂ. തീർച്ചയായിട്ടും അങ്ങയ്ക്ക് രാവണനെ അനുഗ്രഹിച്ച് സീതാദേവിയെ വീണ്ടെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ചൂടാമണിയെ നൽകുന്നത്. അതിനെ സ്വീകരിച്ചുകൊണ്ട് ശ്രീരാമൻ വീണ്ടും കരയാൻ തുടങ്ങി. ഈ ചൂടാമണി കാണുമ്പോൾ സീതാദേവിയെ നേരിൽ കണ്ടതുപോലെ തോന്നുകയാണ്. എന്നെ എത്രയും പെട്ടെന്ന് സീതയുടെ സമീപത്തേക്ക് കൊണ്ടുപോകൂ. സീതയെ കൂടാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. സുഗ്രീവാദികൾ ശ്രീരാമനെ ആശ്വസിപ്പിക്കുന്നു. പിന്നീട് വാനരസൈന്യങ്ങളോടുകൂടി ആ സമുദ്രതീരത്തേക്ക് പുറപ്പെടുകയാണ്. ആ സമയത്താണ് ലങ്കയിൽ നിന്ന് രാവണൻ പുറത്താക്കിയതായ രാവണ സഹോദരനായിട്ടുള്ള വിഭീഷണൻ ശ്രീരാമനെ വന്ന് ശരണം പ്രാപിച്ചു. സീതാദേവിയെ ശ്രീരാമന് തിരിച്ചു നൽകണം എന്ന് നിർദ്ദേശിച്ചതുകൊണ്ടാണ് ആ രാവണൻ വിഭീഷണനെ കൊട്ടാരത്തിന് പുറത്താക്കിയത്. ശ്രീരാമൻ വിഭീഷണനെ മിത്രമായി സ്വീകരിച്ച് പിന്നീട് അവിടുന്ന് ആ സമുദ്രദേവനോട് തനിക്ക് ലങ്കയിലേക്ക് പോവാൻ മാർഗം തരൂ എന്ന് ആവശ്യപ്പെട്ടു. കൊടുക്കാതിരിക്കുമ്പോഴാണ് തൻ്റെ അസ്ത്രം പ്രയോഗിക്കാൻ ഭാവിച്ചു. അപ്പോഴേക്കും സമുദ്രദേവന് ശ്രീരാമന്റെ പ്രഭാവം എന്തെന്ന് ബോധ്യമായി വേഗം ശ്രീരാമന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. തുടർന്നാണ് പ്രഗത്ഭന്മാരായ വാനരന്മാരുടെ സഹായത്താൽ സേതു ബന്ധിച്ച് ഒരു വലിയ ചിറ കെട്ടി അവിടുന്ന് ലങ്കയിലേക്ക് പുറപ്പെടാൻ തയ്യാറാവുകയാണ്. നളന്റെ ആ ഒരു പ്രാഗൽഭ്യം ഉപയോഗിച്ചുകൊണ്ട് വലിയൊരു സേതുവാണ് അവിടെ ബന്ധിക്കുന്നത്. അങ്ങനെ അവിടുന്ന് ആ വാനരസൈന്യങ്ങളോടുകൂടി സേതുബന്ധനം ചെയ്ത് ലങ്കയിൽ എത്തിച്ചേർന്നു. അവിടെ ആ സുവേല പർവ്വതത്തിൽ നിന്നുകൊണ്ട് ലങ്കയെ നോക്കിക്കാണുന്നു എന്ന് വർണ്ണിച്ചുകൊണ്ടാണ് ഈ സുന്ദരകാന്ഡം സമർപ്പിക്കുന്നത്. നമസ്കാരം. ശ്രീഹരേ നമഃ.